ഗോൾഡ് നമുക്ക് ഡെയിലിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഓൾറെഡി ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഈ ഒരു 4200 ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഏരിയ ആണ്. ഡെയിലിയിൽ നോക്കുമ്പോൾ അവിടെ ഒരു ഇന്റേണൽ ഓപ്പി ഉള്ള ഒരു ഏരിയ ആണ്. അതും 1 അവറിലൊക്കെ ഒരു സപ്ലൈ ഉള്ള ഒരു സോണാണ്. ആ ഒരു സോണിൽ ഇന്നിപ്പോ നടന്നിരിക്കുന്ന ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രീവിയസ് ആയിട്ടുള്ള ഹൈയിനെ സ്വീപ്പ് ചെയ്ത് നേരെ റിവേഴ്സിലായി വന്നേക്കാം. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഹൈ പോയിന്റിനെ ബ്രേക്ക് ചെയ്തു. അതേ സ്പീഡിൽ തന്നെ പ്രൈസ് തിരിച്ച് ഓപ്പൺ ചെയ്ത പ്രൈസിന്റെ താഴെ വന്നു. ഇപ്പോൾ ഓൾറെഡി ഒരു ബിയറിഷ് ക്യാൻഡിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കറന്റ് നമുക്ക് ഇപ്പോഴും സെൽ തന്നെയാണ് സേഫ്. എപ്പോ ഇന്ന് ഓപ്പൺ ചെയ്ത പ്രൈസ് ഉണ്ട് 4180, അതാണ് ഇന്നത്തെ ഓപ്പണിംഗ് പ്രൈസ്. ആ ഒരു ഓപ്പണിംഗ് പ്രൈസിന്റെ, അതായത് 4180ന്റെ താഴെ നിൽക്കുന്ന ടൈമിലൊക്കെ നമുക്ക് സേഫ് ഡയറക്ഷൻ സെൽ സൈഡ് തന്നെയാണ്. അപ്പൊ നമുക്ക് സെൽ സൈഡ് തന്നെയാണ് ഒരു ലോട്ട് സൈസ് പ്രയോറിറ്റി തന്നെ നമുക്ക് ട്രേഡ് നോക്കാൻ പറ്റാം. ബൈയിങ് ഒക്കെ ആണെങ്കിൽ വളരെ റിസ്ക് ആയിരിക്കും. ഈ ഒരു 80ന്റെ താഴെ നമുക്ക് സെല്ല് നോക്കുന്നതാണ് കുറച്ച് സേഫ്. അല്ല, നല്ല സ്കാൽപ്പിങ്ങിന്റെ ലെവൽസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെറിയ ലോട്ട് സൈസിൽ ബൈ നോക്കാന്നുള്ളൊരു പ്ലാൻ മാത്രമായിരിക്കും ഇവിടെ. അതാണ് ഡേ വെച്ച് നോക്കിയാൽ. ഇനി 1 അവർ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾറെഡി ആ ഒരു സപ്ലൈ ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് കഴിഞ്ഞിട്ടാണ്, അതായത് പ്രീവിയസ് ഡേയുടെ ഹൈനെ കറക്റ്റ് അത് ഇൻഡ്യൂസ് മാത്രമാണ് ചെയ്തേക്കണം. ജസ്റ്റ് മുകളിലേക്ക് പോയി അതേപോലെ റിജക്ട് ചെയ്ത് തിരിച്ചു വന്നു. അങ്ങനെയാണെങ്കിൽ ആ ഇൻഡ്യൂസ് ചെയ്ത ഏരിയ ഇന്നത്തെ മേജർ സപ്ലൈ ലെവലായിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു സോൺ 4180ന്റെ അതേപോലെ ആ ഒരു 203, ഈ ഒരു സോണിൽ പ്രൈസ് നല്ല രീതിയിൽ സെല്ലേഴ്സ് കയറാൻ ചാൻസ് ഉള്ള ഒരു സോണാണിത്. ഇനി വേറെ ഡിമാൻഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ സെല്ല് എവിടം വരെ ഹോൾഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇതാണ് ഒരു ഡിമാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏരിയ. ഓക്കെ, അതായത് 4080. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയ വരെ നമുക്ക് ഒരു സെൽ ട്രേഡ് ഉണ്ടെങ്കിൽ ആ സെൽ ട്രേഡിനെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സോണാണ് ഈ ഒരു ഏരിയയിൽ. ഓക്കെ, 1 അവറിൽ അപ്പൊ നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അതും ഈ ഒരു ഡിമാൻഡ് വർക്കൗട്ട് ആവാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. അതായത് ഇവിടെ ഒരു ലിക്വിഡിറ്റിയും എടുക്കുന്നുണ്ട്, സ്വിംഗ് ലോ എടുക്കുന്നതുകൊണ്ട് തന്നെ പ്രൈസ് ഈ ഒരു ഏരിയയിൽ വന്ന് ഇവിടെ ടാപ്പിൻ ചെയ്ത് ഒരു ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ചാൻസ് നല്ല കൂടുതൽ തന്നെയാണ്. നമുക്ക് ഒന്നും കൂടി ടൈം ഫ്രെയിം സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോ 30 മിനിറ്റ് നോക്കിയാൽ ഇവിടെ ഒരു സ്ട്രക്ചർ, ചെറിയൊരു സ്ട്രക്ചർ ബ്രേക്ക് നടത്തിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമുക്കൊരു സ്വിംഗ് ഹൈ വരുന്നുണ്ട്. ഓക്കെ, അത് കറക്റ്റ് നമ്മുടെ സപ്ലൈയുടെ താഴെ തന്നെയാണ് ആ ഒരു സ്വിംഗ് ഹൈ വന്നേക്കണേ. ഓക്കെ, നമുക്ക് 30 മിനിറ്റ് വെച്ച് നോക്കിയാൽ നമുക്ക് ഇവിടെ ഒരു സ്വീപ്പ് കിട്ടുമോ നോക്കണം. ഇവിടുന്ന് ഈ ഒരു ഏരിയയിലേക്ക് കയറി അതേ സ്പീഡിൽ റിട്ടേൺ വരാണെങ്കിൽ കൺഫേം സെല് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഇതിൽ കയറി, അതായത് എത്ര പ്രൈസ് 4166 എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് അവിടെ നിന്ന് അതേ സ്പീഡിൽ റിവേഴ്സൽ അടിക്കുകയാണെങ്കിൽ ബെസ്റ്റ് സെല് ചെയ്യാനുള്ള സോണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു സപ്ലൈയിലോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഏരിയ, അതായത് 4180ന്റെ അടുത്തുള്ള ഏരിയ, ഇന്നത്തെ ഓപ്പണിംഗ് പ്രൈസിന്റെ അടുത്തുള്ള ഏരിയ, ആ ഒരു ഏരിയന് നല്ല റിവേഴ്സൽ വരാനുള്ള ചാൻസും അവിടെ നിന്നുള്ള ഈ ഒരു ഏരിയന്ന് കിട്ടുന്ന ബിയറിഷ് 4180, 4200, ആ ഒരു $20 ഏരിയയിൽ വരുന്ന ബിയറിഷ് ക്യാൻഡിൽസ്, അതിന് ആക്യുറസി കൂടുതലായിരിക്കും. ആ ഒരു ബിയറിഷ് മൊമെന്റത്തിൽ നമുക്ക് അത്യാവശ്യം ലോട്ട് സൈസിൽ തന്നെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു സോണാണ് ഈ 4180, 4206 എന്ന് പറയുന്ന ഈ ഒരു സോൺ. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടിയും ചെറിയ ടൈം ഫ്രെയിമിൽ വന്നിട്ട് ഇവിടെ എന്തെങ്കിലും ട്രേഡിന്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ നോക്കാം. ഓക്കെ, ഇവിടെ 15 മിനിറ്റിൽ പ്രൈസ് ടാപ്പിൻ ചെയ്തേക്കണ ഒരു ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ്. ഓക്കെ, ഇതൊരു IFEG ആണ്, ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. അതായത് ഇവിടെ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തു. ആ റേഞ്ചിനെ നേരെ ഇൻഡ്യൂസ്മെന്റ് നടത്തി അതേ സ്പീഡിലാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നേക്കണേ. അങ്ങനെയാണെങ്കിൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഇവിടെ ടാപ്പിന് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു ബിയറിഷ് ക്യാൻഡിലായിട്ട് ഇപ്പോൾ അവിടെ ഒരു ഇൻഡ്യൂഷൻ കാണിച്ചു തന്നു. ആ ഒരു ഏരിയയിൽ ടാപ്പിൻ ചെയ്തു, അവിടെ നിന്ന് റിജക്ഷൻ കിട്ടിയ ഒരു ഇൻഡ്യൂഷൻ കാണിച്ചു തന്നു. ഇനി ഒരു ബിയറിഷ് ക്യാൻഡിൽ പുഷ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് നമുക്ക് അടുത്ത ക്യാൻഡിലിൽ സെല്ല് പിടിക്കാം. IFEG എന്നുള്ള റിയാക്ഷൻ നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടണം. ഇതൊരു ക്യാൻഡിൽ അല്ല, ജസ്റ്റ് ഒരു ഡോജിയാണ്. ഇൻഡിസിഷൻ മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. അവിടെ ബിയേഴ്സ് ഉണ്ടെന്ന് നമുക്ക് ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഒരു പുഷ് കിട്ടിയാലും ഇവിടെ നിന്ന് ഒരു പുഷ് കിട്ടിയാലും നമുക്ക് സെല് ചെയ്യാം. അല്ല, മെയിൻ ആയിട്ട് സെല് ചെയ്യാൻ കിടക്കുന്ന ഏരിയയാണ് ഈ മുകളിലുള്ള ആ ഒരു സോൺ. അവിടെ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ലോട്ട് സൈസിൽ തന്നെ നമുക്ക് സെല് ചെയ്യാം. ഇവിടൊക്കെ ആണെങ്കിൽ നോർമൽ ആയിട്ടുള്ള ലോട്ട് സൈസിൽ തന്നെ സെല് ചെയ്യാനാണ് സേഫ്. നമുക്കിപ്പോൾ ഈ ഒരു ഡോജി ഉണ്ട്, IFEG ഡോജി വന്നു. ഇനി ആ ഡോജിനെ
ഫോളോ അപ്പ് ചെയ്ത് ഒരു ബിയറിഷ് ക്യാൻഡിലായിട്ട് വന്ന ലെറ്റ്സ് ഗോ ഫോർ സെൽ. ഇപ്പൊ ഇവിടെയും ഒരു IFEG ഫോം ആയിട്ടുണ്ട്. താഴെ നമുക്ക് IFEG വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ട്രിക്കി സോണാണ്. ഈ റേഞ്ചിന്റെ ടോപ്പ് ലെവലും സ്വീപ്പ് ചെയ്തു, താഴെയും സ്വീപ്പ് ചെയ്തു. എൻ്റെ ഈ ഒരു സോണിന്റെ മുകളിൽ സ്വീപ്പ് ചെയ്ത് വന്നു, അവിടെ IFEG വന്നു. താഴെയും സ്വീപ്പ് ചെയ്ത് വന്നു, അവിടെ IFEG വന്നു. അതായത് ബയ്യേഴ്സും സെല്ലേഴ്സും ഈ ഒരു ഏരിയയിൽ ഈക്വലി സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയാണ്. സോ നമുക്ക് ആ ഒരു ക്യാൻഡിലിന്റെ കൺഫർമേഷൻ കിട്ടിയാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു സെല്ല് പ്ലാൻ ചെയ്യാം. അല്ല ഇതുമ്മ ടാപ്പ് ഇൻ ചെയ്തിട്ട് ഒരു ബുള്ളിഷ് ആണ് വരണമെന്നുണ്ടെങ്കിൽ ചെറിയ ലോട്ട് സൈസിൽ ബൈ ചെയ്യാം. ബൈയിങ്ങിന് നമ്മ ഈ ഒരു മേജർ ലെവൽ ബ്രേക്ക് ചെയ്യണ വരെ ബൈയിങ് ചെറിയ ലോട്ട് സൈസ് ആയിരിക്കും, സെല്ലിങ്ങിനായിരിക്കും കുറച്ചുകൂടി പ്രയോറിറ്റി നമ്മൾ കൊടുക്കുക. ഇന്നത്തെ ഓപ്പണിംഗ് പ്രൈസിന്റെ മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമ്മ ബൈ സൈഡ് പ്രയോറിറ്റി കൊടുക്കുള്ളൂ. അതുവരെയും സെൽ സൈഡ് തന്നെയാണ് നമുക്ക് പ്രയോറിറ്റി. അപ്പൊ രണ്ട് സോണാണ് നമുക്കിവിടെ കിട്ടിയേക്കണം. താഴെ ഒരു IFEG ഉണ്ട്, മുകളിലും ഒരു ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഒരു ഫോളോ അപ്പ് ക്യാൻഡിൽ വരാണെങ്കിൽ അതിൻ്റെ ഒപ്പം ട്രേഡ് പ്ലാൻ ചെയ്യാം. ഒരു 11 മിനിറ്റും കൂടി ഉണ്ട് ഈ ക്യാൻഡിൽ ക്ലോസ് ആവാൻ. വോളിയം നോക്കിയാൽ സെല്ലേഴ്സ് വോളിയത്തിൽ പതിയെ ബയ്യേഴ്സ് പതുക്കെ പതുക്കെ ഒരു സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു വ്യൂ ആണ് ഇവിടെ വോളിയത്തിൽ കാണുന്നത്. ആസ് പെർ ദ വോളിയം ബയ്യേഴ്സ് ആണ് ഇപ്പോ ഈ ഒരു 5 മിനിറ്റിന്റെ ചാർട്ടിൽ. പ്രീവിയസ് ആയിട്ടുള്ള ഒരു 5-10 ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാലും ബയ്യേഴ്സ് പതിയെ മൊമെന്റ് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ ഒരൊറ്റ പുഷ് ഇവിടെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ബയ്യേഴ്സ് അവിടെ ഗിവ് അപ്പ് ആവും. സോ സെല്ലേഴ്സിന്റെ ഒപ്പം പോവാം. കറന്റ് ഇപ്പൊ ബയ്യേഴ്സ് നിൽക്കാണ്. സോ ഈ ഒരു ഡോജിയുടെ പിന്നിൽ നമ്മൾ ട്രേഡ് എടുക്കണല്ലോ. നമുക്കൊരു ഫോളോ അപ്പ് ക്യാൻഡിൽ വന്നിട്ട് ട്രേഡ് നോക്കാം. നമുക്ക് അവരെ കറൻസികളിലെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ലെവലും അതേപോലെ ഇനി അതിലെന്തെങ്കിലും അപ്ഡേറ്റ്സും നോക്കാം. ഇതിപ്പോൾ ഓൾറെഡി നമ്മ USD CHF ഒരു ലിമിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ലിമിറ്റ് നിങ്ങൾക്ക് ഇപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കാം. ആ ലിമിറ്റ് അവിടേക്ക് പ്രൈസ് ഇതുവരെ എത്തിയിട്ടില്ല. ബട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു റിയാക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഇപ്പോഴും ഉണ്ട്. ആ ഒരു ലിമിറ്റ് ഉള്ളവർ ആ ലിമിറ്റ് ഹോൾഡ് ചെയ്യാം. അതാണ് USD CHF ആ ഒരു സെയിം ലെവൽ തന്നെയാണ്. യൂറോ USD ഇവിടെ ചെറിയൊരു ലിക്വിഡിറ്റി സീപ്പ് ഉണ്ടായിരുന്നു. ബട്ട് അവിടെ നിന്നൊരു റിയാക്ഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു. ബട്ട് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് പോയേക്കണത് പ്രീവിയസ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണത്. ആ ഒരു റെസിസ്റ്റൻസിനെ സ്ട്രോങ് ക്യാൻഡിലായിട്ട് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്ത് പോയേക്കണത് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നാണ്. ഇതാണ് അവിടെ ഫ്ലിപ്പ് ചെയ്തേക്കണത്. ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞ് നേരെ പ്രൈസ് ഫ്ലിപ്പ് ചെയ്ത് നല്ല അഗ്രസീവ് ആയിട്ടുള്ള ഒരു പുഷ് നടത്തി. സോ നമുക്ക് ആ ഒരു സോണിന്റെ മുമ്പിൽ ഇപ്പൊ ഒരു ലോയും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഒരു ലിക്വിഡിറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ലിക്വിഡിറ്റിനെ സ്വീപ്പ് ചെയ്ത് പ്രൈസ് ഈ ഓർഡർ ബ്ലോക്കിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സോണാണ് യൂറോ USD. ബട്ട് ഈ ഒരു സോണ് ഫെയിൽ ആവുകയാണെങ്കിൽ പിന്നെ ഈ ഓർഡർ ബ്ലോക്ക് നല്ല റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും, ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് ആക്ട് ചെയ്യുക ഏരിയയാണ്. അപ്പോൾ യൂറോ USD നമുക്ക് കുറച്ച് ഇറങ്ങി കഴിഞ്ഞാൽ ട്രേഡ് പ്ലാൻ ചെയ്യാം. USD CHF ആണെങ്കിൽ കുറച്ചും കൂടി മുകളിൽ കയറണം. ഓക്കെ, AUD CHF ആ ഒരു ഡിമാൻഡിനെ സ്വീപ്പ് ചെയ്ത് നേരെ നമ്മൾ ഈ ഒരു ലെവലിൽ നിന്നാണ് പ്രൈസ് ഈ ഒരു സോണിൽ എത്തി ഇവിടുന്ന് ബൗൺസ് ബാക്ക് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്തത്. ബട്ട് അവിടുന്ന് അത് കഴിഞ്ഞിട്ടാണ് ഈ സോണിൽ വന്ന് റിയാക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും പോയിന്റ് ട്രേഡ് ചെയ്യാനായിട്ട് കിട്ടുമോ നോക്കാം. ഡിമാൻഡിനെ സ്വീപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് ശേഷം പ്രോപ്പർ ആയിട്ടുള്ളൊരു റീട്രേസ്മെന്റ് തന്നിട്ടില്ല. ഇത് ബിഗ് ടൈം ഫ്രെയിമിൽ ഇവിടെ 1 അവറും നല്ല ബുള്ളിഷ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 4 അവറും ഹെവി ബുള്ളിഷ് ആണ്. ഡെയിലിയും പ്രീവിയസ് ആയിട്ടുള്ള 2 ക്യാൻഡിലിനെ കവർ ചെയ്ത് ബുള്ളിഷ് ക്യാൻഡിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ നമുക്ക് 4 അവറിലൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് 4 അവറിലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗോൾഡ് വീണ്ടും അവിടെ നിന്ന് റിജക്ട് ചെയ്യുന്നുണ്ട്.
IFAGന്ന് സെക്കൻഡ് ടൈം റിജക്ഷൻ വരുന്നുണ്ട്. നമുക്കതൊരു ബിയറിഷ് ക്യാൻഡിലായിട്ട് ക്ലോസ് ആവാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ AUDCHF നമുക്ക് 4 അവറിലൂടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം നമ്മുടെ ചാർട്ടിൽ. ഇതാണ് ആ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഈ FEGക്ക് വരാണെങ്കിൽ നമുക്ക് ട്രേഡ് നോക്കാം. അപ്പോൾ ഓൾറെഡി പ്രൈസ് നല്ലൊരു ഹൈ അടിച്ച് പ്രീവിയസ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസിന്റെ ഏരിയയിലേക്ക് പ്രൈസ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കറണ്ട് പ്രൈസിൽ നിന്ന് നമുക്ക് ട്രേഡിംഗ് പ്ലാൻ ഇല്ല. നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് പ്രൈസ് വരാണെങ്കിൽ, അതായത് 4 അവറിന്റെ ഫെയർ വാല്യൂ ആണ്, അവിടേക്ക് വരുന്ന സമയത്ത് അവിടെ നിന്ന് പിടിക്കാം. 4 അവറിന്റെ FEGയിൽ പ്രൈസ് എത്തുന്ന സമയത്ത് 5 മിനിറ്റിലോ 15 മിനിറ്റിലോ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാലും അതും നല്ലൊരു ലെവലായിരിക്കും. UDCH അപ്പോൾ 4 അവറിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഒരു അലേർട്ട് ഇട്ട് വെക്കാം. ലെറ്റ്സ് വെയിറ്റ്. ന്യൂസിലാൻഡ് ഡോളറും മേജർ ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക്. ന്യൂസിലാൻഡ് ഡോളർ നമ്മുടെ പഴയ എൻട്രി ലെവല് ഇപ്പോഴും ടാപ്പിന് ആയിട്ടില്ല. അത് എൻട്രി വന്നില്ല. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ആ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പിംഗ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് അവിടെ ഒരു നല്ല സ്ട്രക്ചർ ഷിഫ്റ്റ് ആവുന്ന പോയിന്റ് നോക്കാം. അതായത് ഇതാണ് മെയിൻ ആയിട്ട് ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് കിട്ടേണ്ട. ഈ ന്യൂസിലാൻഡ് ഡോളർ ആ ഒരു ഓർഡർ ബ്ലോക്ക് ചെയ്യുന്ന ഇപ്പൊ നമുക്ക് ആ 30 മിനിറ്റിൽ നല്ല മൊമെന്റം. യെസ്, ഇവിടെ ഒരു എൻഗുൾഫിംഗ് ഉണ്ട്. പക്ഷെ ഇത് എൻഗുൾഫിംഗിൽ നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ടാണ് നിൽക്കണം. ഈ ഒരു റെസിസ്റ്റൻസിൽ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ബ്രേക്ക് ചെയ്തിട്ട് നോക്കാം. ന്യൂസിലാൻഡ് ഡോളർ ഇത് ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ റീട്രേസ്മെന്റ് ചെയ്ത് നമുക്ക് ഇറങ്ങാൻ നോക്കാം. അതാണ് സേഫ്. ഓക്കെ, അതാകുമ്പോൾ ഇപ്പോൾ 1 അവറിലും ഒരു എൻഗുൾഫിംഗ് ആണ്. ഇവിടെ നിന്ന് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എത്ര സെല് വരും നോക്കട്ടെ കേട്ടോ. ഇവിടെ നിന്ന് ട്രേഡ് പ്ലാൻ ചെയ്ത 7 വിപ്പ് 5 മിനിറ്റിൽ എന്തെങ്കിലും സ്ട്രക്ചർ ഷിഫ്റ്റ്. 5 മിനിറ്റിൽ നമുക്ക് ഇതൊരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു. ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് പ്രൈസ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് നമുക്കൊരു ട്രേഡ് ഇടാൻ പറ്റുന്ന ഒരു സോണാണ്. 4 അവർ പക്ഷേ ഹെവി ബിയറിഷ്, ബട്ട് പ്രീവിയസ് ക്യാൻഡിലെ ലോയിനെ സ്വീപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്തതിന്റെ മുകളിൽ വന്നിട്ടുണ്ട്. ഡെയിലി ക്യാൻഡിൽ ഒരു ബിയറിഷ് മൂഡിലാണ്. ഇവിടെ ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ താഴേക്ക് 15 പിപ്പിന്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഓക്കെ, അതിന്റെ ഒരു എക്സ്ട്രീം ഹൈ ആണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 1:2 മുകളിൽ റിസ്ക്കും റിവാർഡും നമുക്ക് കിട്ടും.
ഈ ഒരു ഏരിയ നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ ലോവർ സ്റ്റോപ്പ് ലോസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 1:2 നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഇതിന്റെ എൻട്രി നമുക്ക് ഈ ഒരു എൻഗുൾഫിങ്ങിന്റെ ഇതിലാണ് നമ്മൾ എൻട്രി എടുക്കണം. ഒന്നാമത് അത് ഓർഡർ ബ്ലോക്ക് ആണ്. ആ ഓർഡർ ബ്ലോക്കിൽ വന്നിട്ട് ഇവിടെ ഒരു എൻഗുൾഫിങ് തന്നിട്ടുണ്ട്. നമുക്ക് സ്ട്രക്ചറിന്റെ ഷിഫ്റ്റ് കിട്ടിയിട്ടില്ല, ബട്ട് എൻഗുൾഫിങ് കിട്ടി. സോ ഇവിടെ ഒരു ചെറിയ ലോട്ട് സൈസിൽ ഇവിടെ നിന്ന് ഒരു ബൈയിങ് നോക്കാട്ടോ. ഓക്കെ, എന്നിട്ട് ഈ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റീട്രേസ്മെന്റിന് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്കിത് സേഫ് ആവാം. ഓക്കെ, ഇത് മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ അത് ബ്രേക്ക് ചെയ്യണം. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്കൊരു ബൈയിങ് നോക്കാം. ചെറിയ റിസ്ക് ഉള്ളൂ. ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ താഴെ വെച്ചാലും 15 പിപ്പിന്റെ റിസ്ക് വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രേഡ് ന്യൂസിലാൻഡ് ഡോളറിലൂടെ ട്രേഡ് മെയിൻ വലിയ ലോട്ട് സൈസ് വേണ്ട, ഒരു മീഡിയം ലോട്ട് സൈസിൽ ഇറങ്ങിയാൽ മതി. അതായത് ഡെയിലിയും 4 അവറും നൈസ് ഒരു ബിയറിഷ് ആണ്. ഓക്കെ, ഡെയിലി ചാർട്ടിൽ ഒരു ബ്രേക്കർ ബ്ലോക്ക് ചെയ്യുന്ന റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4 അവറിൽ ഒരു ഇപ്പൊ വന്നിരിക്കുന്ന ക്യാൻഡിലൊക്കെ ബിയറിഷ് ആണ്, ബട്ട് ആ ഒരു കണ്ടിന്യൂഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. 4 അവറിൽ രണ്ട് ക്യാൻഡിലിന്റെ ലോയിനെ എടുത്തത് ഓപ്പൺ ചെയ്തതിന്റെ മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട്. ആ ഒരു ക്ലോസ് കൺഫേം ആയ എന്തായാലും നല്ലൊരു പുഷ് കിട്ടും. ഓക്കെ, ഇപ്പൊ ലോട്ട് സൈസ് ഒന്ന് മാനേജ് ചെയ്യേണ്ട ഒരു ഇതില് ഇവിടെ ചെറിയ ലോട്ട് സൈസ് ഇറങ്ങിയിട്ട് ഇത് ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ റീട്രേസ്മെന്റിൽ ലോട്ട് സൈസ് കൂട്ടാം. അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ആ സെയിം ലോട്ട് സൈസ് തന്നെ നിൽക്കാം. അതാണ് സേഫ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ NZD ഇപ്പൊ ഇറങ്ങേണ്ടത് ചെറിയ ലോട്ട് സൈസിലാണ്. ഇത് റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലോട്ട് സൈസ് കൂട്ടാം. ഓക്കെ, അങ്ങനെ പറയാനുള്ള റീസണും ആ ബിഗ് ടൈം ഫ്രെയിമിലുള്ള ചെറിയൊരു കൺഫ്യൂഷൻസ് ആണ്. ഞാൻ ഓർഡർ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യടാ. 1 സെക്കൻഡ്. ക്ലോസ് 5, 6, 700. TP 57173.
ഗോൾഡ് ചെറിയൊരു ബിയറിഷ് മൊമെന്റം തരുന്നുണ്ട്, പക്ഷെ നമുക്ക് റിസ്ക് റിവാർഡ് 1:2 എങ്കിലും പിടിക്കണം. യെസ്, ഗോൾഡ് ഇവിടെ നിന്നൊരു സെല്ല് നോക്കാട്ടാ. 52.50 തോന്നുള്ളു. സ്റ്റോപ്പ് ലോസ് ഒരു 62 വെച്ചിട്ട്. 52.60 ഇവിടെ നിന്ന് ഈ ഒരു പ്രൈസിൽ നിന്ന് ഒരു സെല്ല് നോക്കാം. ആ ഒരു IFEGന്ന് ഈ ഒരു IFEG വന്ന പ്രൈസ് ആദ്യം ഒരു ഇൻഡിസ്റ്റൻ ക്യാൻഡിൽ വന്നു, അതിനുശേഷം വീണ്ടും ഒരു അപ്സൈഡിൽ വിൽക്കുക. 2 തവണ അപ്സൈഡിൽ റിജക്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു IFEGയുടെ പുഷ് താഴത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഈ ഒരു IFEGക്ക് പ്രൈസ് എത്തുന്ന സമയത്ത് നമ്മ ഒന്ന് നോക്കേണ്ടതുണ്ട്. ഈ ഒരു IFEG വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചിലപ്പോൾ ഒരു റിവേഴ്സൽ വരാൻ ചാൻസ് ഉണ്ട്. സോ യെസ്, ഇവിടെ നിന്ന് ഒരു സെല്ല് കൊടുക്കാം. സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സ്ട്രക്ചറിന്റെ താഴെ വന്നൊന്ന് ക്ലോസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാല് പിന്നെ ഒന്ന് പുഷ് ചെയ്ത് ഇറങ്ങിക്കോളും ഗോൾഡ്. അറ്റ്ലീസ്റ്റ് ആ ഒരു IFEG വരെ. ഫ്യൂച്ചേഴ്സിൽ ഇവിടെ ഒന്നൊന്ന് ഇറങ്ങി കിട്ടിയാൽ മതി. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സ്ട്രക്ചർ ഒന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് കുറച്ച് താഴേക്ക് വരും. സെല്ലെടുത്തോ? യെസ് ബ്രോ, സെല്ലെടുത്തുണ്ട്. നമ്മുടെ സ്പോട്ടിന്റെ പ്രൈസ് 52.50 എനിക്ക് കിട്ടിയേക്കണം. IFEG എന്നുള്ളൊരു റിയാക്ഷൻ ആണോ നമ്മൾ ക്യാച്ച് ചെയ്യാൻ നോക്കണം. നമുക്ക് ഈ ഒരു ലോയിനെ ഒന്ന് ബ്രേക്ക് ചെയ്താൽ മതി. ബട്ട് അത് സ്വീപ്പ് ആയി കഴിഞ്ഞാൽ നേരെ ഷൂട്ടപ്പ് ചെയ്യും. ഒന്ന്
ഇവിടുന്ന് നേരെ ഒന്ന് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ മുകളിൽ കയറൂല. ഈ സ്ട്രക്ചർ അത് സ്വീപ്പ് ചെയ്യാൻ നോക്കി. ലെറ്റ്സ് വെയിറ്റ്. ഒരു പീരിഷ് ക്യാൻഡിൽ അതിൻ്റെ അടി വന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത IFEGയിൽ നോക്കിയാൽ മതി. ടു ടൈംസ് അപ്സൈഡിൽ റിജക്ട് ചെയ്തിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി ഇത് ഈ കണ്ടിന്യൂഷനിൽ തന്നെ പ്രൈസ് ഇറങ്ങി വരാൻ. ഈ ബുൾസിനൊന്ന് കവർ ചെയ്താൽ മതി പിയേഴ്സ്. ഇതാണ് നമുക്കൊരു ചെക്ക് വന്ന് നിൽക്കുന്ന ക്യാൻഡിൽ. ആ സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ട് അതിനെ അവിടുത്തെ ഓർഡേഴ്സ് എടുത്ത് പുഷ് ചെയ്ത് കയറിയ ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിൽ കുറച്ച് പ്രശ്നമാണ്. ലെറ്റ്സ് സീ. ആഴ്ന്ന് നല്ല റിജക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്.
ആ ലോയിനെ കറക്റ്റ് സ്വീപ്പ് ചെയ്തു. നമുക്ക് ഈ ഒരു IFEG വരെ സേഫ് ആണ്. ഈ 62 സേഫ്. ഈ IFEGയുടെ കറക്റ്റ് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചോ. 62 എന്നുള്ള ഒരു 63 ആക്കിക്കോ. $1 ഒന്ന് അപ്പ് ചെയ്ത് വെച്ചോടാ. ഓക്കെ, വേണമെങ്കിൽ ഒന്നും കൂടിയും ഈ IFEGയിൽ ടാപ്പ് ഇൻ ചെയ്ത് പ്രൈസ് ചിലപ്പോൾ റിവേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടുന്ന് റിവേഴ്സ് ആണെങ്കിൽ പിന്നെ എന്തായാലും ഈ മേജർ ആയിട്ടുള്ള സപ്ലൈക്ക് കയറിയിട്ട് റിവേഴ്സ് ആവുള്ളൂ. അപ്പോൾ ഈ ഒരു IFEGയുടെ ഒരു 63-ല് SL വെച്ചോ. 63. അപ്പോൾ ഒരു $10.5 SL ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒരു ലോയിനെ സ്വീപ്പ് ചെയ്ത് കയറിപ്പോയി. നമ്മ ഒരു ക്ലോസ് എക്സ്പെക്ട് ചെയ്താണ് എൻ്റർ ആയ. ബട്ട് ലെറ്റ്സ് വെയിറ്റ്.
ഗൈസ് ഒരു 5 മിനിറ്റ് ഇടാം, ഒരു 5 മിനിറ്റ് ഞാൻ ബാക്ക് വരാം. നമുക്ക് ആ ലെവൽസ് അവിടെ തന്നെ. Yes, വീണ്ടും ആ ഒരു ഏരിയയിൽ മൂന്നാമത് റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ദിസ് ടൈം വി ക്യാൻ എക്സ്പെക്ട് എ ഫോൾ. ലെറ്റ്സ് സി. ഇപ്പൊ ട്രേഡ് നിങ്ങൾ എൻട്രി ചെയ്യണോ? പ്രൈസ് അവിടെ തന്നെ.
റേഞ്ച് എടുത്തോണ്ടിരിക്കുന്നു തോന്നുന്നു 4:15 ന്യൂ ഇയർ സെഷൻ അല്ല. പൊട്ടാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പൊട്ടണം. ഇപ്പൊ ട്രേഡ് എന്തെങ്കിലും എടുക്കണോ ഇപ്പോ? എന്തായിരുന്നു? ഇപ്പൊ ട്രേഡിൽ എൻ്റർ ആവണോ ഈ ലെവലില്? ഈ ഒരു ട്രേഡിൽ നമ്മൾ ഓൾറെഡി ഇന്നാണ്. ഇവിടെ ചെറിയൊരു ഓക്കെ, കൺഫർമേഷൻ ഞാൻ വന്നത്, ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണ രീതിയിലാണ് നമ്മൾ ഈ ട്രേഡ് പുഷ് ചെയ്തേക്കണം, ഈ ഒരു സ്ട്രക്ചർ. ബട്ട് അത് സ്ട്രക്ചർ താഴെ വന്നു, ബട്ട് അതേ സ്പീഡിൽ തന്നെ റിവേഴ്സിൽ കയറി. സോ ഒന്നല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് വീണ്ടും ഈ ഒരു സ്ട്രക്ചർ, അതായത് നമ്മളെ ഈ എൻട്രി പ്രൈസിന്റെ അവിടെ വന്നിരിക്കുന്ന ഒരു ലോ, ഈ ഒരു 52, അതിന്റെ താഴെ വന്നിട്ട് ഇറങ്ങണായിരിക്കും നല്ലതൊന്നുകൂടി, ഇറങ്ങാത്ത ആളുകൾ ഉണ്ടെങ്കിൽ. ഓക്കെ, ബൈ ആണ് ഇല്ല സെല്ലാണ് അല്ലേ? സെല്ല് ആ 52-ന്റെ നമ്മളിപ്പോ 52.5-ലാണ് ഇറങ്ങിയേക്കണേ. ബട്ട് അത് അവിടെ തന്നെ അപ്പൊ തന്നെ റിജക്ട് ചെയ്തുകൊണ്ട് ആ ഒരു 52 അതിന്റെ അടിയിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇറങ്ങാം. ഓക്കെ. മനസ്സ് മാറി. എടി ഇന്ന് നീ ചായ കുടിക്കുന്ന ഒരു ചായ കുടിച്ചതാ. നല്ല ഇങ്ങോട്ടുണ്ടോ? പറ്റുമോ? നൈസ് ആയിട്ടൊരു ഫോള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓ നൈസ്. ഈ ഒരു മൂവാണ് നമ്മൾ നേരത്തെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ ഈ ഒരു IFEGന്ന് റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ പാർഷ്യൽ അടിക്കണണ്ട. ഈ ഒരു IFEG ഒരു ബൈയിങ് കയറാൻ ചാൻസ് ഉള്ള ഒരു സോണാണ് ഈ ഒരു ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഈ ഒരു IFEGയുടെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു റിജക്ഷനോ തിരിച്ചൊരു റിവേഴ്സലോ കണ്ടു കഴിഞ്ഞാല് സേഫ് ആക്കണം. Guys, ഞാൻ ലൈവിൽ നിന്ന് ഇറങ്ങാണ്. 5 മണിയാകുമ്പോൾ പ്രജിത്ത് കയറും. ഇതിന്റെ സെയിം പ്ലാൻ തന്നെയാണ്. ഈ സെയിം സ്റ്റോപ്പ് ലോസ് ഈ ഒരു IFEGന്ന് എന്തെങ്കിലും ഒരു റിജക്ഷൻ വന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് ഇതിനെ റൈഡ് ചെയ്ത് തന്നെ കൊണ്ടുപോകാം. ഈ ഒരു IFEGനെ കവറേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നേരെ സ്റ്റോപ്പ് ലോസ് എടുത്ത് ബ്രേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഹോൾഡ് ചെയ്യാം. ഓക്കെ.